നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ലബോറട്ടറിയിൽ പൈപ്പ് ഫ്രിക്ഷൻ അപ്പാരറ്റസ് എന്ന ഒരു ടെസ്റ്റ് സെറ്റപ്പാണിത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മേജർ ലോസസിൻ്റെ പൈപ്പ് ഫ്ലോ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡാർസീസ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം. നമ്മുടെ എക്സ്പെരിമെൻ്റ് പ്രകാരം ഡാർസീസ് കോൺസ്റ്റൻറ്റും ചെർസീസ് കോൺസ്റ്റൻറ്റും കണ്ടുപിടിക്കുകയാണ് ഈ എക്സ്പെരിമെൻ്റ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെസ്റ്റ് സെറ്റപ്പ്, ഏറ്റവും ലാസ്റ്റിലിരിക്കുന്ന സെറ്റപ്പാണ്. അപ്പം എക്സ്പെരിമെൻറ്റിൻ്റെ സെറ്റപ്പ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. രണ്ടാമത് ചെയ്യേണ്ടത് നമുക്ക് ഒബ്സർവേഷൻ നോക്കാം. നോക്കി എന്തൊക്കെയാണുള്ളത്: ഏരിയ ഓഫ് കളക്റ്റിംഗ് ടാങ്ക്, ഏരിയ ഓഫ് മെഷറിംഗ് ടാങ്ക്, ഡയമീറ്റർ, ലെങ്ത്. ഈ മൂന്നെണ്ണമാണ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ അത്യാവശ്യം വേണ്ട ഒബ്സർവേഷൻസ്. ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഈ മാനോമീറ്ററിൻ്റെ ലെവലാണ്. ഇത് രണ്ടും ഒറ്റ ലൈനിലാണ് നടക്കുന്നത് അല്ലേ, ഏകദേശം 10 അളക്കുന്നത്, അപ്പോൾ ടെൻഷനില്ല. അപ്പോൾ മാനോമീറ്റർ ലെവലാണ്. ശേഷം സേഫ്റ്റി നോക്കാം. ഈ വാൽവ് ഇപ്പോൾ ഓപ്പണാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനെ തിരിച്ച് ഫുൾ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ 2 പൈപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പൈപ്പ് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ടെസ്റ്റ് സെറ്റപ്പിൽ നമുക്ക് ഈ പച്ച വാൽവുള്ള പൈപ്പാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ വാൽവ് അങ്ങ് ഓപ്പൺ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ക്ലോക്ക് വൈസ് തിരിച്ച് ക്ലോസായി. ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് ഓപ്പണാക്കി. ഇതിപ്പോൾ ക്ലോസ് ആവുന്നു, പറഞ്ഞാൽ തെറ്റിപ്പോയി. അപ്പോൾ നമുക്ക് പൈപ്പ് ഫ്രിക്ഷനെ ടെസ്റ്റ് ചെയ്യേണ്ടത് പൈപ്പ് ഇതാണ്. ഈ പൈപ്പിൻ്റെ ഡയമീറ്റർ 20 mm ആണ്, ഒബ്സർവേഷനിലുണ്ട്. ഈ ഒരു ടാങ്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്, അത് 2500 cm², അല്ലെങ്കിൽ 0.25 m². പിന്നെ ലെങ്ത് അങ്ങേറ്റം മുതൽ, അതായത് ആ ചെറിയൊരു തടിപ്പോലെ ഉണ്ട് അവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് പറയുന്നത് 2 മീറ്ററാണ്. പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ഈ പൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് ഫുള്ള് ഓപ്പൺ ചെയ്ത് വെക്കുക. നമ്മൾ ചെയ്യേണ്ടത് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് ഇത് ഫുൾ ഓപ്പൺ ചെയ്ത് വെക്കുന്നു. ആൻറ്റി ക്ലോക്ക് വൈസ് ഓപ്പൺ ആക്കി വെക്കുന്നു. പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഓപ്പൺ ആക്കി വെക്കുന്നു. ശേഷം പമ്പിൻ്റെ മെയിൻ സ്വിച്ച് ഇതാണ്, അത് ഓപ്പൺ കണ്ടീഷനിലാണ്. ഇത് ഓണാക്കുന്നു, പമ്പിൻ്റെ സ്വിച്ച് ഓണാക്കുന്നു. ഈ വാൽവ് ഫുൾ അങ്ങ് ഓപ്പൺ ചെയ്യുക. നമുക്ക് എക്സ്പെരിമെൻറ്റിന് സമയം ലാഭിക്കണം, അതുകൊണ്ട് ഫുൾ ഓപ്പൺ ചെയ്തെടുക്കുക. ഞാൻ തിരിക്കുന്ന നോക്കി ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഇത് കറങ്ങുന്നത്. ഇത് ഫുൾ ഓപ്പൺ ആക്കിയപ്പോൾ സംഭവിക്കുന്നത് നമുക്ക് H1 H2 പ്രഷർ മാറി, പൈപ്പിനകത്തെ പ്രഷർ മാറി. H1 എന്ന് പറയുന്നത് നമ്മുടെ 2, H2 എന്ന് പറയുന്നത് 18. H1 2, H2 18. ഈ ഒരു മാനോമീറ്റർ റീഡിങ് സെറ്റ് ചെയ്യുന്ന എവിടെയാണ്? ആ ഒരു ചുമന്ന വാൽവ് ഉപയോഗിച്ചാണ്, ഈ വാൽവ് കൺട്രോൾ ചെയ്താണ് ഇവിടെ H1 H2 സെറ്റാക്കുന്നത്. ഇപ്പം ഞാൻ ഫുൾ ഓപ്പൺ ആക്കി. ഇപ്പം ഞാൻ കുറച്ചൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ക്ലോസ് ചെയ്തപ്പം ഇത് ഏകദേശം 2-ന് മുകളിൽ പോയി അല്ലേ. കുറച്ചുകൂടെ ഒന്ന് ക്ലോസ് ചെയ്തപ്പോഴത്തേന് ഏകദേശം കറക്റ്റ് കാണുക. നാളെ വയ്ക്കും 16 അടുപ്പിച്ച് എത്തി. അപ്പോൾ എവിടെയാണ് ഇത് കൺട്രോൾ ചെയ്യേണ്ടത്? ഈ വാൽവ് കൺട്രോൾ ചെയ്ത് വേണം എൻ്റെ H1 H2 സെറ്റ് ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ കണ്ടീഷൻ ഞാൻ ഫുൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ഫുൾ ഓപ്പൺ, ആൻറ്റി ക്ലോക്ക് വൈസ് ഫുൾ ഓപ്പൺ ആക്കുന്നു. ഫുൾ ഓപ്പൺ ആക്കി. ഇതാണ് എൻ്റെ ഫസ്റ്റ് H1 H2. അപ്പോൾ ഈ ശേഷം ഇത് എത്രയാണ്? 1.5 അടുപ്പിച്ചാണ്. 2 തികച്ചില്ല. ഇതാണ് മെർക്കുറി റീഡിങ്, 2 തികച്ചില്ല. അതുപോലെ 18. ശേഷം H1 H2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രൊസീജിയർ ചെയ്യണം. അതാണ് ടൈം ടേക്കൺ ഫോർ റൈസ് ഓഫ് 5 cm ഓഫ് വാട്ടർ. എവിടെ? ഈ കളക്റ്റിംഗ് ടാങ്കിൽ, ഈ കാണുന്ന കളക്റ്റിംഗ് ടാങ്ക്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ വാൽവ് ക്ലോസ് ചെയ്തെടുക്കുക. ഈ വാൽവ് ക്ലോസ് ചെയ്ത് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ വെള്ളം പതുക്കെ ഉയരാൻ നോക്കും. വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഈ വെള്ളത്തിൻ്റെ ഉയരം 5 cm ഉയരാൻ വേണ്ട സമയം നമ്മൾ സ്റ്റോപ്പ് വാച്ചിൽ നോട്ട് ചെയ്യണം. ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. ആ സമയം നമ്മൾ സ്റ്റോപ്പ് വാച്ചിൽ നോട്ട് ചെയ്യണം. അപ്പോൾ H1 H2 എടുത്തു, പ്ലസ്
H1 H2 എടുത്തു പ്ലസ് ടൈം ടേക്കനും എടുത്തു. അപ്പം നമുക്ക് ആകെ 3 റീഡിങ്ങും മതി. ഇനി സെക്കൻഡ് ട്രയൽ എങ്ങനെ ചെയ്യും? ഈ വാൽവ് ഫുൾ ഓപ്പൺ ആയിരുന്നു, കുറച്ച് ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മുടെ റീഡിങ് മാറി, 4 H1 എന്നുള്ളത് 4, H2 എന്നുള്ളത് 16 അപ്പോൾ ഇത് സെക്കൻഡ് ട്രയലിൻ്റെ റീഡിംഗ് ആണ്. അത് എവിടെ കൺട്രോൾ ചെയ്തെടുത്തു? ആ വാൽവ്, ചുവന്ന വാൽവ് കൺട്രോൾ ചെയ്തപ്പം ഇവിടുത്തെ മാനോമീറ്റർ മാറി. അത് H1 H2 രണ്ടാമത്തെ സെറ്റായിട്ട് എടുക്കുക, രണ്ടാമത്തെ ട്രയലായിട്ട് എടുക്കുക. ശേഷം ഇത് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം, അല്ലെ വെള്ളം ഇതിൽ കവിഞ്ഞൊഴുകിപ്പോവും. ഇത് ക്ലോസ് ചെയ്യുന്നു. ഇത് ക്ലോസ് ചെയ്ത ഉടനെ ക്ലോസ് ചെയ്യുമ്പോൾ നോക്കി വെള്ളം ഇവിടെ ഇതൊക്കെ ഉയരാൻ തുടങ്ങും. ഇത് 5 സെൻറ്റിമീറ്റർ ഉയരാൻ വേണ്ട സമയം വീണ്ടും നോട്ട് ചെയ്യുക. അങ്ങനെ H1 H2 ടൈം ടേക്കണ് 2 ട്രയൽ എടുക്കുക.